അമ്മ ഇവിടെ വരികയാണ് 3:30 വന്ന്, എനിക്ക് ക്ലാസ് ഫ്രീ ആയിരുന്നു, ഞാൻ ഓഫീസിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് കയ്യിൽ, ഒരു വില കൂടിയ ഡ്രസ്സാണ്. എൻ്റെ മോള് കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ഇന്ന ടെക്സ്റ്റൈൽസിൽ നിന്ന് നോക്കിയിട്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചൊരു ഡ്രസ്സാണ്. അന്ന് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓള് കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ് പഠിക്കുമ്പം ഉപയോഗിക്കുന്ന ബാഗാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ പുതിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. കൂടെ ഒരു വലിയൊരു കൂട് നിറയെ സ്വീറ്റ്സും ഉണ്ട്. ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം മാഷ് എൻ്റെ മോക്ക് ക്ലാസ് കൊണ്ട് കൊടുക്കണം. കാരണം അരക്കൊല്ല പരീക്ഷൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ മോള് സ്കൂള് ക്ലാസ്സിൽ 1ാം റാങ്കാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ അത്ര എന്ത് ചെയ്തിട്ടില്ല, സന്തോഷം. ഇപ്പോൾ പറയുമ്പോൾ കൂടി നമ്മളെ കണ്ണ് അറിയും. അങ്ങനെയുള്ളൊരു പാരൻറ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വാ, നിങ്ങൾ ക്ലാസ് കയറിയിട്ട് നിങ്ങൾ കൊടുക്കണം, എന്ത് ചെയ്യണം ഇത്. ഞാൻ ആ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതൊരു വലിയ ക്ലാസ്സായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലും കുറേ കുട്ടികളും കൂടെ അതിൽ നിർത്തിയിട്ട് ഞാൻ ഇതിൻ്റെ ബ്രീഫ് ചെയ്തു. ഞാൻ പറഞ്ഞു ശിക്ഷിക്കേണ്ട സമയത്ത് ഈ പാരൻറ്റ് ശിക്ഷിച്ചു, അപ്രീസിയേഷൻ കൊടുക്കേണ്ട സമയത്ത് ഗംഭീരമായിട്ടുള്ള അപ്രീസിയേഷൻ ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് ആ ഉമ്മ മകൾക്ക് എന്ത് ചെയ്യാണ്, ഗിഫ്റ്റ് കൊടുത്തു. കുട്ടികൾക്കൊക്കെ ഉള്ള സ്വീറ്റ്സ് കുട്ടികൾക്കൊക്കെ എത്തിച്ചു. കുറേ പേരുണ്ടായിരുന്നു, അത് ലഡു ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തു. എല്ലാവർക്കും എത്തിക്കുകയൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി ആ ഉമ്മയും മകളും തിരിച്ചുപോയി. ആ കുട്ടി ഫസ്റ്റ് ചാൻസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിയുകയും പോണ്ടിച്ചേരി ജിപ്പറിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പം കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്തു. വടകരേൻ്റെ റിമോട്ട് ഏരിയയിൽ നിന്ന് ഒരു കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ എത്താനുള്ളതിൻ്റെ 99.99% ക്രെഡിറ്റും ആ പാരൻറ്റിന് ഒരാൾക്കാണ്. എത്ര രക്ഷിതാക്കൾ ഈ ഒരു തീരുമാനത്തിലെത്തും? എൻ്റെ ചോദ്യം അത്.